എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു ചൂടുകാലത്ത് പലതരത്തിലുള്ള ഫ്രൂട്ട്സ് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൽ ഭൂരിഭാഗം പേരുടെ വീട്ടിലുള്ള ഒന്നാണ് ചാമ്പയ്ക്ക. മരത്തിൽ വിളഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് വളരെ മനോഹരമാണ്. എങ്കിലും നമുക്ക് ഈ ചാമ്പയ്ക്ക ഒരുപാട് കാലത്തേക്കൊന്നും സൂക്ഷിച്ചു വെക്കാനും പറ്റുന്നതല്ല. ഈ ഒരു ചാമ്പയ്ക്ക കഴിക്കുന്നത് നമ്മുടെ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കും ഡയബറ്റിക് പേഷ്യൻസിനും വളരെ ഉത്തമമാണ്. ഇപ്പോൾ താഴെയൊന്നും വീണു പോകുന്ന ചാമ്പയ്ക്ക നിങ്ങൾ വെറുതെ കളയേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. പോലെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് ജ്യൂസിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കുറച്ച് ജ്യൂസ് എടുത്തൊരു ഗ്ലാസ്സിലേക്ക് പകർന്ന് കുറച്ച് തണുത്ത വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ സ്വാദേറിയ നല്ലൊരു ചാമ്പയ്ക്ക ജ്യൂസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് നല്ലൊരു ചാമ്പയ്ക്ക ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ കാണാം. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിൽ ധാരാളമായിട്ട് ഈ ഒരു സീസണിൽ കിട്ടുന്ന ചാമ്പയ്ക്ക വെച്ചിട്ട് നല്ലൊരു സ്ക്വാഷ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. വെറുതെ ചൂടുകൊണ്ട് താഴേക്ക് വീണു പോകുന്ന ചാമ്പയ്ക്ക ഇനി ആരും വെറുതെ കളയല്ലേ. എല്ലാവർക്കും എല്ലാ ദിവസവും കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ജ്യൂസ് നമുക്ക് നിത്യവും വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് സ്ക്വാഷ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ചാമ്പയ്ക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലെ കുരു ഒന്ന് നീക്കം ചെയ്യണം. നമ്മളിപ്പോൾ ഇന്നെടുത്തിട്ടുള്ള ചാമ്പയ്ക്കൊക്കെ കുരു വളരെ കുറവാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ ഈ ഒരു കറുത്ത ഭാഗമൊക്കെ നീക്കം ചെയ്യണം. ഇതിൽ ധാരാളം ഉറുമ്പൊക്കെ ഉണ്ടാകും. അതിനുശേഷം ഒന്ന് വൃത്തിയായിട്ട് തന്നെ നമുക്ക് കഴുകിയെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ചാമ്പയ്ക്ക ഞാൻ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചാമ്പയ്ക്ക ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്നതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ചാമ്പയ്ക്കയിലേക്ക് 1 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ചാമ്പയ്ക്ക തിളച്ച് വരുന്നതിനായിട്ട് അടുപ്പിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഈ ചാമ്പയ്ക്കയിലേക്ക് 5 കറിയാമ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം കറുവപ്പട്ട കൂടെ ചേർത്തിട്ട് ഇതൊന്ന് തിളച്ച് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചാമ്പയ്ക്ക ഇപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് വെന്ത് വരണം. അതുവരെ നമുക്കൊന്ന് വെട്ടി തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൂടെ കൊടുക്കണം. ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റിയതിനു ശേഷം മൂടി വെച്ച് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ചാമ്പയ്ക്ക മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കളറൊക്കെ ഒന്ന് വെള്ളത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നുകൂടെ കളറ് ആവശ്യമാണെങ്കിൽ ഇതിലേക്ക് ഒരു കഷ്ണം ബീട്രൂട്ട് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ചാമ്പക്കയുടെ അതേ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് ഞാനിതിലേക്ക് ഒരു തരത്തിലും ഒരു കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറി വരുമ്പോൾ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചുകൂടി വെക്കണം. ഇപ്പോൾ നമ്മുടെ ചാമ്പയ്ക്കയുടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. ജ്യൂസ് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചുകൂടി എടുക്കണം. ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടാണ് ജ്യൂസ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അരിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ചാമ്പയ്ക്ക അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു രീതിയിലാണ് നമുക്കിവിടെ ജ്യൂസ് ആയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം മധുരത്തിനായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർക്കണം. ഇനിയിപ്പോൾ ഒന്ന് തിളച്ച് വരുന്നത് വരെയും നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ജ്യൂസ് നല്ല കട്ടിയായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതും ലൈറ്റ് റോസ് കളർ ആ ഒരു രീതിയിലാണ് കേട്ടോ ഇത് നമ്മുടെ ജ്യൂസിൻ്റെ കളറ്. അപ്പോൾ നിങ്ങൾ നല്ല പഴുത്തിട്ടുള്ള ചാമ്പയ്ക്ക വെച്ചിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ചുകൂടെയൊക്കെ കളറ് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക ജ്യൂസ് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഈ ഒരു ചാമ്പയ്ക്ക ജ്യൂസ് തയ്യാറാക്കുമ്പോൾ മധുരത്തിൻ്റെ അളവ് കുറച്ച് കൂടുതലാണ് ആവശ്യമായിട്ടുള്ളത്. കാരണം ചാമ്പയ്ക്കയ്ക്ക് പുളിപ്പുള്ളതാണ്. അതുകൊണ്ട് നമുക്കിതിലേക്ക് 3/4 കിലോ പഞ്ചസാരയാണ് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഞാനിവിടെ 3/4 കിലോ പഞ്ചസാരയും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വെട്ടി തിളച്ച് നല്ല പോലെ ഒന്ന് കുറുകി കിട്ടണം. അതുവരെയും നമുക്ക് ഇളക്കി തന്നെ തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ചാമ്പയ്ക്ക ജ്യൂസ് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു സമയത്തൊരു നുള്ളു ഉപ്പ് നമുക്ക് ചേർക്കണം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക ജ്യൂസ് ഇത്രയും കട്ടിയായിട്ടാണ് നമുക്കിവിടെ ആയി കിട്ടിയിട്ടുള്ളത്. ഇനി ഒന്നും കൂടെ വെട്ടി തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് കൂടി ചേർക്കാം. നാരങ്ങ നീര് കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഇളക്കി തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ
ജാമ്പയ്ക്ക സ്ക്വാഷ് ഇവിടെ റെഡിയാണ്. നമ്മളിതിലേക്ക് ഒരു തരി പോലും കളറൊന്നും തന്നെ ചേർത്തിട്ടില്ല. എങ്കിലും നമ്മുടെ ജാമ്പയ്ക്ക സിറപ്പിന് ഇതുപോലെ നല്ല ഒരു പിങ്ക് കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് കുപ്പികളിലേക്ക് ആക്കി വെക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ള കൂട്ടുകാരെ, ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെയും കൂടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാണാം.